ഇവിടെ ചെറിയൊരു ഡെൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പുട്ടിയിട്ടു, NC പുട്ടിയിട്ടു. ബാക്കി ചെറിയ തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്തു. പേപ്പർ നിങ്ങൾക്ക് 200 തൊട്ട് 300 ഇടയ്ക്കുള്ള ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം. അവസാനം ഒരു 600 പേപ്പർ വിട്ട് പിടിച്ച് നല്ല മിനുസപ്പെടുത്തി എടുക്കുക. 600 ഇപ്പോൾ ഇട്ടിട്ടില്ല, നമ്മൾക്കിനി പ്രൈമർ അടിക്കാം. ഇവിടെ ചെറിയ പരുപരുപ്പുണ്ടായിരുന്നു, പൊള്ളിയ പോലെയുള്ള, അത് മൊത്തം അങ്ങ് ഉരച്ച് ലെവലാക്കി. ഇത് പഴയ പുട്ടിയും പ്രൈമറും NCയുടെയൊക്കെ ആ പാടാണ് കാണുന്നത്. ഇനി നമ്മൾക്ക് പ്രൈമർ അടിക്കാം. പ്രൈമർ PS ഗ്രേ ആണിത്, ഗ്രേ കളറാണ്. PS ഗ്രേ എന്ന് പറയും. 200 ml ആണ്. 80 ആണോ 70 ആണോ എന്നറിയത്തില്ല, 80 രൂപയാണെന്ന് തോന്നുന്നത്. ഓട്ടോമോട്ടീവ് പെയിൻറ്റ്സ് PS ഗ്രേ. ഇത് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യേണ്ടത് 1:, മാക്സിമം 40 ആണ്. 40% അല്ലെങ്കിൽ 30%. നമ്മൾ ബ്രഷിനാണ് അടിക്കുന്നത്, ഗണ്ണിലിട്ട് അടിക്കുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് എടുത്തിട്ട് നമുക്ക് തിന്നർ എടുക്കേണ്ടത് NC തിന്നറാണ്, PU തിന്നറല്ല. PU തിന്നർ PU പെയിൻറ്റിന് മാത്രം അടിക്കാൻ മതി, മിക്സ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ക്ലിയറിന്, ഇതിന് NC തിന്നർ. എവിടെയൊക്കെയാണോ നമ്മൾ പുട്ടിയിട്ട് കൊടുത്തത്, അതിൻ്റെ ആ വൈറ്റ് തെളിഞ്ഞ് കാണുന്ന ഭാഗങ്ങളിൽ ഇത് കണ്ടോ, ഇവിടെ അടിക്കുന്നവർ അതിൻ്റെ ആ വൈറ്റ് വരും, ആ പുട്ടി കുറേ പെയിൻറ്റ് വലിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ അടിച്ചാൽ മതി കേട്ടോ. പിന്നീട് നമുക്ക് പേപ്പറിട്ട് പിടിക്കാനുള്ളതാണ്. അന്നേരത്തേക്കും മൊത്തത്തിൽ നല്ല ഫിനിഷായി കിട്ടിക്കോളും. ഇത് ജസ്റ്റ് ഇനി ഒരു 5 വർഷത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ചിലപ്പോൾ 5 വർഷമൊന്നും നിൽക്കില്ല, അതിന് മുമ്പ് ചിലപ്പോൾ പണി കിട്ടും. നമുക്ക് അത്ര ഫിനിഷൊന്നും വേണ്ട കാര്യമൊന്നും. ഇത് ഗ്രേ ആണ് കളറ്. ഗ്രേ മറ്റുള്ള ഏത് കളറുമായിട്ട് ബ്ലെൻഡ് ആകും. ഫ്രണ്ട് ബോണറ്റിൻ്റെ പീസെല്ലാം അടിച്ചിട്ടുണ്ട്. കുറച്ച് റഫാണ് കേട്ടോ. ഇതിൽ ബ്രഷിൻ്റെ പാടുകളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമുക്കിനി 2 റൗണ്ട് പേപ്പറിട്ട് പിടിക്കാനുള്ളതാണ്. വാഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് വെള്ളം ഒഴിച്ച് തേച്ചെടുക്കാം. ഇത് കണ്ടോ, ചെറിയൊരു വൈറ്റ് സ്പോട്ട്. ഇത് നമ്മുടെ ഇവിടെ പുട്ടിയുടെ ലൊക്കേഷനാണ്. ഗ്രേ പുട്ടിയല്ല, ഇത് മറ്റേ ബോഡി ഫില്ലറാണ്. അത് പെയിൻറ്റ് അധികം വലിച്ചെടുക്കും. അപ്പോൾ ഉരച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് ഭാഗത്ത് കുറച്ചും കൂടി നമ്മൾക്ക് ഈ രീതിയിൽ പ്രൈമർ അടിച്ചു കൊടുക്കുക. ഇത് 220 പേപ്പറാണ്. ജസ്റ്റ് ചെറുതായിട്ട് പിടിക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇതിലും നൈസായിട്ടുള്ള പേപ്പർ ഉണ്ടെങ്കിൽ പിടിച്ച് കളയാം. അത് കുറച്ച് ലേറ്റാവും. നമുക്കിത് നല്ല ഉരച്ച് നൈസാക്കി എടുക്കാം. നല്ല ഉരച്ച് കഴിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെളുത്ത് വന്നു. ഇവിടെ കുറച്ച് കട്ടിയിൽ പുട്ടിയുണ്ട്. ആ പുട്ടി പെയിൻറ്റ് വലിച്ചതാണ്. കണ്ടോ, നല്ല ഫിനിഷായിട്ടുണ്ട്. ഈ വശവും ഇത്ര മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. ചില കടക്കാരൊക്കെ ചെയ്യുന്ന പോലെ 2 പേപ്പറിട്ട് 4 പുടിവി പിടിച്ച് ഒന്ന് കഴുകുന്നു, പിന്നെ പ്രൈമർ പോലും അടിക്കത്തില്ല. നേരെ കളർ ഒരു 2-3 കോട്ടും അടിച്ച് 2 കോട്ട് ക്ലിയറും അടിച്ചാൽ അവിടെ കിടക്കും. ഒരു 4-5 വർഷം എങ്ങനെയും കിട്ടും. എന്നിട്ട് നമ്മളോട് പറയും ആനയാ മാടയാ കൂടെയെന്നത്. ഞാൻ 2ാമത്തെ കോട്ടും അടിച്ചു. ഈ ബോഡി ഫില്ലർ അല്ലെങ്കിൽ പുട്ടി നല്ല രീതിയിൽ പെയിൻറ്റ് വലിച്ചെടുക്കും. ആ ഭാഗം ഇങ്ങനെ വെളുത്ത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പിന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അടുത്തൊന്നും കൂടി ഉരച്ചിട്ട് നോക്കാം അത് തെളിഞ്ഞ് വരുന്നുണ്ടോയെന്ന്. ഈ പുട്ടി കണ്ടമാനം പെയിൻറ്റ് കുടിക്കുമോ, അത് വലിച്ചെടുക്കുമോ. അത് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ആദ്യം ഇത് പെയിൻ്റ് അടിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. പെയിൻറ്റില്ല, നമ്മൾക്ക് പുട്ടിയൊന്നും ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇവിടെ ചെറിയ ചളുക്കാണ്, അതും ഇട്ട് എന്തായാലും ഇത്രയൊക്കെ പണിയെടുത്ത്. അവിടെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്,
അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ബോഡി ഫില്ലർ ഇടുകയാണ്, അല്ലെങ്കിൽ പുട്ടി. ഇതൊന്നും വലിച്ചു നിവർത്താൻ പറ്റത്തില്ല കേട്ടോ. ചില വീഡിയോകളിലൊക്കെ സ്ക്രൂ ചെയ്തിട്ട് ഇങ്ങോട്ട് വലിക്കുന്നത് കാണുന്നുണ്ട്. ഇത് ടാറ്റയുടെ ഒന്നാന്തരം പാട്ടയാണ്. ഇതങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. എന്താ ബലമെന്നറിയാമോ? നമ്മൾക്കിവിടെ ഡയറക്റ്റ് പുട്ടിയിട്ട് ലെവലാക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വലിയ തകരാറൊന്നുമില്ല, ചെറിയൊരു ഡെൻറ്റേ ഉള്ളൂ. ഇവിടെയുണ്ട്. അതും ഞാൻ ബ്ലേഡ് വെച്ച് വരച്ചതാണ്, കുറച്ച് റഫാകാൻ വേണ്ടി. പിന്നെ ഇവിടെ ഈ ഡോറിൻ്റെ ഇവിടെ ചെറിയൊരു ഇതുണ്ട്. അപ്പോഴടുത്ത് നമുക്ക് പുട്ടിയിടാം. ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ പേപ്പർ ഇട്ട് പിടിച്ചാൽ അങ്ങ് പൊക്കോളും. പിന്നെ കുറച്ച് NC പുട്ടി ഒന്ന് മെല്ലെ തേച്ച് കൊടുത്താൽ മതി. ഈ സൈഡൊക്കെ പുട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ വലിയ ബ്ലേഡ് എടുത്തു. ഇപ്പോൾ ഇത് വലിയൊരു ഏരിയയാണ്, കുറച്ചും കൂടി കവറാകാനുണ്ട്. ഒന്ന് ഉണങ്ങിയിട്ട് നമ്മൾക്ക് ഒന്ന് ലെവൽ പിടിക്കാം. ഈ ഭാഗം കുറച്ച് കുഴിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വലിയ ബ്ലേഡ് വാങ്ങിച്ചോളുക. ബ്ലേഡിനൊക്കെ 6 രൂപ, 4 രൂപ, 2 രൂപ, 3 രൂപയൊക്കെ ഉള്ളൂ. കൂടിപ്പോൾ ഏറ്റവും കൂടുതൽ 6 രൂപയാണ്. ഇതിന് 6 രൂപയേ ഉള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ എത്രയാണ്, 3 ഇഞ്ചോ? ഇവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കുറവാന്ന് പറയണ്ട. എന്നാലും നമ്മൾ പണിയാൻ തീരുമാനിച്ചു. പിന്നെ പുട്ടി ഇടാൻ ഇതുവരെ ഒരു സെറ്റായിട്ടില്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല. ഇത് ചിലപ്പം ചൂടായ സീസൺ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്നാലും ഇപ്പോഴും ഞാൻ വൈകുന്നേരമാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കുഴഞ്ഞു നിൽക്കില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ കട്ടായേ പോകും. പിന്നെ ഈ ജാക്ക് വെക്കുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് കയറ്റി വെക്കണം. ഈ ജാക്ക് വെച്ചിട്ടാണ് ഈ സാധനം ഡാമേജ് ആകുന്നത്. ഇതുണ്ടോ, ഇവിടെ ഈ മാർക്കുണ്ട്. ഇതിൻ്റെ അടിയിൽ ആ ബോഡിയിലോട്ട് കയറ്റി വെക്കണം. ആ ഫ്രണ്ടിൽ കണ്ടോ ഡാമേജ് ആയിരിക്കുന്നത്, കുറച്ച് ചളുങ്ങിയിരിക്കുന്നത്. അതിന് ഞാൻ മാക്സിമം നിവർത്തിയതാണ്. അത് നിവർത്താൻ പറ്റത്തില്ല. അവിടെ അത് ജാക്ക് വെക്കുമ്പോഴാകുന്നതാണ് അങ്ങനെ. നമുക്കിവിടെ ഒരു എഡ്ജുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു എഡ്ജ് വരുന്നുണ്ട്, ഇവിടെ ഒരു കട്ടിങ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒന്നെങ്കിൽ വലിയ ബ്ലേഡ് വേണം. നമ്മൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇവിടുന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് അടിക്കാൻ വേണ്ടി പുട്ടി ബ്ലേഡ് വലുത് വേണം. അപ്പോൾ ഞാൻ എന്താണെന്ന് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ചിട്ടിട്ട് അങ്ങ് നികത്തി ഇവിടെ ഈ ഭാഗം. അതിനുശേഷം ഇതുണ്ടോ, ഈ താഴോട്ടുള്ള ഒരു ഭാഗം ഇട്ട് വെച്ചേക്കുന്നുണ്ടോ, അതായത് പഴയ ഒരു ബ്ലേഡോ ഇങ്ങനെയുള്ള സാധനം എടുക്കുക. എന്നിട്ട് ഇത് ഇവിടുന്ന് സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് താഴ്ഭാഗം അങ്ങ് ഇട്ടു. അപ്പോൾ നമുക്ക് ഈ താഴത്തെ ഈ സംഭവം സ്ട്രെയിറ്റായിട്ട് കിട്ടി. ഇതുണ്ടോ, ഇതിനി സ്ട്രെയിറ്റാണ്. ഇനി നമുക്കിത് ഉണങ്ങി കഴിയുമ്പം ജസ്റ്റ് ഇതൊന്ന് ഉരച്ചിട്ട് ഈ മുകളിലോട്ട് ഇട്ടാൽ മതി. ഇവിടെ ലെവലാണല്ലോ, അത് കാരണം നമുക്ക് ഈ മുകളിലോട്ട് ഇടുമ്പം ഈ ഭാഗം കൂടി ലെവലായി കിട്ടും. ഒരു പൊട്ടി തീർന്നു. 200 ഗ്രാമിൻ്റെ ഇതിൻ്റെ ഹാർഡനർ. ഇത് കുറച്ച് ചെറുതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നത് മാറിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കമ്പനി വേറെ ആയിരുന്നു. ഇതുണ്ട് അക്കായി എന്ന് പറഞ്ഞാൽ ഇത് നല്ല സ്മൂത്താണ്, നല്ല ലൂസായിട്ടിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് കുറച്ച് മാനുഫാക്ചറിങ് ഡേറ്റോ ഉണ്ടോ, 25 ഫെബ്രുവരിയിലെ സാധനമാണ്. 70 രൂപയാണ് കേട്ടോ. 76 എന്ന് എഴുതിയിട്ടുണ്ട്. 70 രൂപ വാങ്ങിയത്. ടാറ്റ നാനോയ്ക്ക് പുറകിൽ ഇവിടെയായിട്ട് ഫോഗ് ലാമ്പുണ്ട്. അത് ഞാനങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. അത് ഒരുപാട് ഡള്ളായിപ്പോയി ഭയങ്കരമായിട്ട്. ഇത് സാധാരണ മിക്കവാറും പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റ് ചെയ്ത് അവർ മാസ്ക് ഒന്നും ചെയ്യത്തില്ല, പെയിൻറ്റ് ചെയ്ത് അങ്ങ് അടച്ച് കളയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതങ്ങ് അടച്ച് കളയാം. ഇത് ആവശ്യമില്ല, എല്ലാ മോഡൽസിലും ഇല്ല ഈ ഫോഗ് ലാമ്പ്. നമുക്ക് ബ്രേക്ക് ലൈറ്റ്സൊക്കെ മതി, ഇത് ഫോഗ് ലാമ്പ് വേണമെന്നില്ല. അപ്പോൾ ഓരോ പ്രാവശ്യത്തെ പുട്ടി ബാക്കി വരുമ്പോഴും ഇവിടെ തേച്ച് വെക്കും. അവസാനം നമ്മൾക്ക് ഇതെല്ലാം ഉണങ്ങിയിട്ട് ഇവിടെ ലെവൽ ചെയ്ത് പിടിച്ചിട്ട് പെയിൻ്റ് അടിച്ച് വിടാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുട്ടിയിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബ്ലേഡ് ചെറുതാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാക്സോടെ ബ്ലേഡൊക്കെ വെച്ചിട്ട് ലെവൽ പിടിച്ചായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോ ഐഡിയ ആണ്. ഇതിപ്പം നീളത്തിലൊരു ടൈലിൻ്റെ പീസ് കിട്ടി. ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇവനെ ഇങ്ങനെ ലെവലായിട്ട് നീളത്തിൽ പിടിച്ചിട്ട് ഒറ്റ വലിയ താഴോട്ടിങ്ങനെ അങ്ങനെ വലിച്ചു കൊടുത്താണ്. ചെറിയ കുഴികളൊക്കെ ഉണ്ട്, അതിനി നമുക്ക് നോർമൽ ബ്ലേഡും കൊണ്ടിട്ട് പിടിക്കാം. അപ്പോൾ രാവിലെ കുറച്ച് പണി, വൈകുന്നേരം സമയം കിട്ടുമ്പം അത് കുറച്ച് പണി. നമ്മൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതേപോലെ തന്നെ രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ തേക്കൽ വരയ്ക്കൽ, ഇത് തന്നെ പരിപാടി. ഇനി ബാക്കി പുട്ടിയും കൂടി അപ്ലൈ ചെയ്ത് ലെവലാക്കി എടുക്കാം. ഇപ്പം ഈ ലൈൻ കറക്റ്റായിട്ട് മാച്ച് ആകുന്നുണ്ട്. ഇങ്ങനെ ഈ ലൈൻ